വെള്ളിനക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളം തമിഴ്നാടൊക്കെ സംഭാഷണ വിഷയം എന്താണെന്നറിയോ? വാഴ 2 ആണ്. ചിലർ ചിരിക്കാൻ നോക്കുന്നു. ചിരിക്കണ്ട. ഇന്ന് കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന, അതായത് സൂപ്പർ ഹിറ്റ്, വണ്ടർഫുള്ള്, 100 കോടി എന്നൊക്കെ ആഘോഷിക്കുന്നില്ലേ, അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പടം പിള്ളേർ കയറുന്ന ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു. തിയേറ്ററിൽ പോയി കാണണം. ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ടുണ്ടായില്ല. തിയേറ്ററിൽ ചെന്നപ്പോൾ സ്ഥിതി എന്താ? കുട്ടികളുമായി അമ്മമാർ വന്നിരിക്കുന്നു. കോളേജ് കുമാരികള്, കോളേജ് വിദ്യാർത്ഥികള്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഈ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചില സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിലുള്ള സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചു, അവിടെ വാഴയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ മഴയുമുണ്ട്, വാഴയുമുണ്ട്. ഇവിടെ ബ്ലാക്കിൽ പോലും ടിക്കറ്റ് കിട്ടാനാകാതെ തിരിച്ചു വന്നിരിക്കുകയാണ്. എവിടെ? ചെന്നൈയിലത്തെ സ്ഥിതിയാണ്. അപ്പോൾ ചെന്നൈയിലും കേരളത്തിലും ഈ വാഴ 2 ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ വാഴയുടെ പ്രത്യേകത? ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ഭാഗത്തിൽ ചിരിക്കാൻ മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ. ഇവിടെ സ്ഥിതി അതല്ല. ഈ സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പോലും ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണാനുള്ള രീതിയിലാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. തമാശയുണ്ട്, കണ്ണീരുണ്ട്, ആക്ഷനുണ്ട്. നിങ്ങൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ഈ സിനിമയിലുണ്ട്. ഈ സിനിമ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മെഗാ ഹിറ്റായി മാറി. അപ്പോൾ ചോദിക്കും, മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ഇല്ലാതെ ഈ സിനിമ ഹിറ്റാകുമോ? സിനിമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. സിനിമയുടെ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും നല്ല കണ്ടന്റുള്ള കഥ തന്നെയാണെന്ന് മനസ്സിലായി. അത് പിള്ളേരാണ്ട് കളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്റ്റാർസ് എന്ന് പറയാൻ ആരൊക്കെ ഉള്ളത്? വളരെ ചുരുക്കം പേരല്ലുള്ളൂ. അതും ഒരു 2ാം നിര 3ാം നിര എന്ന് പറയാവുന്ന ചെറുപ്പക്കാരികളും മാത്രമാണ്. അവരാണ് ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് ചെറുപ്പക്കാരൊന്നുമല്ല, പക്ഷെ ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ കൈയടിച്ച് സത്യം പറയാലോ, അറിയാണ്ട് കൈയടിച്ച് കൈ വേദനിച്ച് തുടങ്ങി. അത് ഒരു അഭിമാനക്കുറവില്ല. കാരണം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് കൈയടിക്കാതെ പറ്റില്ല. അതേപോലെ ചിരിച്ച് മണ്ണ് കപ്പ എന്നൊക്കെ പറയില്ലേ, ഇവിടെ ചിരിച്ച് വയറ് വേദനിക്കുക. ഈ 2 കാര്യം ഇതിൽ മസ്റ്റായിട്ട് നിങ്ങൾക്കുണ്ട്. ഇതിന് തയ്യാറായെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി. അപ്പോൾ ചോദിക്കും, കണ്ണീരും അത്യാവശ്യമാണ്. സെൻറ്റിമെൻറ്റ്സ്, ആവശ്യത്തിലേറെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കുഴഞ്ഞ് തീരെ ബോറടിക്കാതെ ഇങ്ങനെ ഒരു സിനിമ 2ാം ഭാഗം ഈ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുകയാണ്. അത് പ്രേക്ഷകർ ഏറ്റു കഴിഞ്ഞു. ഇപ്പം എന്താ, തിയേറ്ററിലേക്ക് ബ്ലാക്കിന് ടിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതി ആലോചിച്ച് നോക്ക്. തിയേറ്ററിലൊക്കെ ഈ അമ്മമാര് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ കൊണ്ടുന്ന കുപ്പികളുണ്ട്. ആ കുപ്പികൾ ധാരാളമൊക്കെ എടുക്കുക. ചിലർ കുപ്പി ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ ചില ദോഷേക ദൃക്കുകൾ ചോദിക്കും, ഇതാണോ മഹത്തായ സിനിമ എന്ന് ചോദിക്കും. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ജനങ്ങളെ തീരിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അതായത് മോശമായ, സഭ്യമല്ലാത്ത, കുഴപ്പമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ കയ്യടി വാങ്ങാനുള്ളതല്ല. ഇതിലൊരു വിഷയമുണ്ട്, ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ അറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബസമേതം ഈ സിനിമ കാണണമെന്ന് പറയുന്നത്. അങ്ങനെ സിനിമ കാണുമ്പോൾ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള, ഇപ്പം സ്കൂൾ തന്നെ എടുക്കുക. ഈ സ്കൂളിൽ പ്രായപൂർത്തിയായവർ മാത്രമാണോ മിക്സഡ് കോളേജിൽ പഠിക്കേണ്ടത് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ പടം കാണുമ്പോൾ പ്രായപൂർത്തി ആകാത്തവരെ 2 തട്ടിലാക്കി നിർത്തണോ എന്നൊക്കെ ചോദ്യങ്ങൾ ചെയ്തേക്കാം. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. ഇപ്പം നമ്മളെന്താ പോകുന്നു, എത്രയും പെട്ടെന്ന് ഈ സിനിമ 1, 2, 3, 4 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പ്രായം കാണാൻ നോക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, ഈ സിനിമ നിങ്ങൾ കാണണം. തനിച്ച് കണ്ടാലും കുടുംബസമേതം പോയി ഈ സിനിമ കാണണം. അതിൽ നഷ്ടമാണ് എന്നെനിക്ക് പറയാനുള്ളൂ.